ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നീലിമ പറഞ്ഞത് പ്രകാരം കാവ്യ അവിടെ നീലിമ നിലയത്തിൽ എത്തിയിരിക്കണേ. ചുറ്റും നോക്കിയിട്ട് ആരെയും കാണുന്നില്ലല്ലോ, ഇനി തിരിച്ചു പോയാലോ എന്ന് പറഞ്ഞ് കാറിന്റെ അടുത്തേക്ക് പോവാണേ. അപ്പൊ പെട്ടെന്ന് മനസ്സിലേക്ക് കാവ്യയെ കാണണമെന്ന് നീലിമ പറഞ്ഞാലേ കാണണം തന്നെയാണ്. നിനക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ നിന്നെ അങ്ങോട്ട് വന്ന് കാണാം എന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത്. അങ്ങനെ കാവ്യ വീണ്ടും ആ ഗേറ്റിന്റെ അടുത്തേക്ക് ചെല്ല. എന്നിട്ട് ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറണേ. ആ വീടും പരിസരവും അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടൊന്നുമില്ല, എല്ലാം അലങ്കോലായിട്ട് കിടക്കുക. അങ്ങനെ കാവ്യയുടെ ഉള്ളില് നല്ല ഭയമുണ്ട്. കോളിംഗ് ബെല്ല് അവിടെ പോയി ഇങ്ങനെ പ്രസ് ചെയ്യാ. കഥകിന്റെ അടുത്ത് തന്നെ നിന്ന് അകത്തേക്ക് നോക്കുമ്പോ അകത്തേക്ക് കയറിപ്പോര് എന്ന നീലിമയുടെ ശബ്ദം കേൾക്കുക. അങ്ങനെ പേടിയോടുകൂടി കഥക് തുറന്ന് ഒരു ഇരുട്ടൊക്കെ നിറഞ്ഞ അകത്തേക്ക് കാവ്യ ഇങ്ങനെ കയറിപ്പോവാണ്. അകത്ത് ഹാളിലെത്തി കഴിഞ്ഞാല് ആരെയും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞതിന് ശേഷം ചുറ്റും നോക്കുക. ശേഷം നീലിമ നീലിമ എന്നിങ്ങനെ വിളിക്കുമ്പോ യെസ് എന്ന് പറഞ്ഞ് ഒരു വാക്കിംഗ് സ്റ്റിക്കൊക്കെ പിടിച്ച് ഒരു സ്ത്രീ ഇരുട്ടിന്റെ മറവിന്ന് ഇങ്ങനെ വരിക. നീലിമയെ കാണുമ്പോ കാവ്യയുടെ ഉള്ളു വല്ലാതെ പേടിക്കുന്നുണ്ട്. നീലിമ അടുത്ത് വന്നിട്ട് പറയും, നമ്മൾ കണ്ടിട്ട് ഒരുപാട് നാളുകളായി. സോറി, നാളുകളല്ല, വർഷങ്ങളായി. എനിക്ക് നിന്നെ വന്ന് കാണാൻ പറ്റില്ലായിരുന്നോ? ഞാൻ ജയിലിലായിരുന്നില്ലേ? പക്ഷേ നിനക്ക് എന്നെ കാണാനേ ജയിലിലേക്ക് വരാമായിരുന്നു, വരേണ്ടതായിരുന്നു. അങ്ങനെയാ നല്ല ഫ്രണ്ട്സ് ചെയ്യേണ്ടത്. പക്ഷേ കാവ്യ വന്നതേയില്ല ഒരിക്കൽ പോലും. വൈ? ഒരു പക്ഷേ ഇരുമ്പഴിക്കുള്ളിൽ കിടക്കുന്ന നീലിമയെ കാണാൻ നിനക്ക് വിഷമായതുകൊണ്ടായിരിക്കും. ഇറ്റ്സ് ഓക്കെ. പക്ഷേ നിനക്ക് എന്റെ മകനെ കാണാമായിരുന്നു. കാവ്യക്ക് അതിനും മനസ്സുണ്ടായില്ല. നോക്ക്, ന്യായമായി നീ എന്റെ മകനെ കാണേണ്ടതല്ലേ? അല്ലേന്ന് കാവ്യ വല്ലാതെ പേടിച്ച് ഒരു ഞെട്ടലിങ്ങനെ നിൽക്കുമ്പോ കാവ്യ വല്ലാതെ പകച്ചു നോക്കണ്ട. ഞാൻ ജയിലിൽ ചാടി വന്നതൊന്നുമല്ല. കഴിഞ്ഞ ദിവസം എന്നെ റിലീസ് ചെയ്തു. അതറിഞ്ഞില്ല അല്ലേ? കാവ്യ പറയും, ഇല്ല, ഞാനൊന്നും അറിഞ്ഞില്ല. അതുകൊണ്ടാണോ എന്റെ ഫോൺ വന്നപ്പോ നീ വല്ലാണ്ടങ്ങ് പതറിപ്പോയത്? വിളിക്കുന്നത് ഞാനാണെന്ന് മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ നീ എന്റെ കോൾ അറ്റൻഡ് ചെയ്യില്ലായിരുന്നു. എന്താ ശരിയല്ലേ ഞാൻ പറഞ്ഞത്? കാവ്യക്ക് മറുപടി ഒന്നും പറയാനില്ല. നീലിമ പറയും, ഓക്കെ, കാവ്യ എന്നെ മറന്നോ? പറ, രഞ്ജിത്തിനെ നീ ഓർക്കുന്നുണ്ടോ? അതോ ആ മുഖവും നീ മറന്നോ? ഇത് കേൾക്കുമ്പോ കാവ്യയുടെ മനസ്സിലേക്ക് പഴയ ചില കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയാണേ. കാവ്യാണെന്ന് തോന്നോ? കരയുന്നോ? ഒരാളുടെ തലയിലേക്ക് ഒരാൾ അടിക്കുന്നോ? ഒന്നും വ്യക്തമല്ല. നീലിമയ്ക്കും, പറ, എപ്പോഴെങ്കിലും നീ രഞ്ജിത്തിനെ ഓർക്കാറുണ്ടോ? മറന്നെങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കാം. ദാ അവിടെ നോക്ക് എന്ന് പറയുമ്പോ അവിടെ ചുമരില് അവരുടെ ഒരു ഫാമിലി ഫോട്ടോ ഉണ്ട്. രഞ്ജിത്തും നീലിമയും അവരുടെ ഒരു മോനും. മോൻ കൈക്കുഞ്ഞായപ്പോ ഉള്ള ഒരു ഫോട്ടോ ആണ് അവിടെ ഉള്ളത്. നല്ല ഫോട്ടോ, ക്യൂട്ട് ഫാമിലി. നോക്ക്, എത്ര സ്മാർട്ടാണ് എന്റെ രഞ്ജിത്ത് എന്ന്. ഭാര്യ, കുഞ്ഞ് അവരുടെ കൂടെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു. നല്ലൊരു ഫാമിലി മാൻ. ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നപ്പോ ഞാനും രഞ്ജിത്തും ഒരുപോലെ ഹാപ്പി ആയിരുന്നു. ഒരു ഫോട്ടോ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു സന്തോഷത്തിന്റെ നിമിഷമാണ്, സ്നേഹചിത്രം. എന്നാൽ അത്തരം നിമിഷങ്ങൾ ഇന്നെന്റെ ജീവിതത്തിലില്ല. എന്റെ കൂടെ നിൽക്കുന്ന രഞ്ജിത്തിനെ നീ കണ്ടോ? എന്റെ കൂടെ ഇല്ലാത്ത രഞ്ജിത്തിനെ കാണണ്ടേ? ദാ അങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞ് മറ്റൊരു ഫോട്ടോ കാണിച്ചു കൊടുക്കാനേ. രഞ്ജിത്തിന്റെ ഫോട്ടോയില് മാല ഇട്ട് വെച്ചിരിക്കുന്നു. കാവ്യയുടെ ഉള്ളിൽ വല്ലാത്ത സങ്കടത്തിലാവുന്നുണ്ട്. ഒന്നും പറയാനേ കഴിയുന്നില്ല. നീലിമയ്ക്കും എന്ത് തോന്നുന്നു? മോനെ കണ്ട് കൊതി തീരും മുന്നേ ഭാര്യയെ സ്നേഹിച്ച് മതിയാകും മുമ്പേ നല്ല പ്രായത്തിൽ ഈ ലോകത്ത് നിന്ന് പോകാൻ വിധിക്കപ്പെട്ട രഞ്ജിത്ത്. എന്റെ കൂടെയുള്ള രഞ്ജിത്തിനെ നീ കണ്ടോ? എന്റെ കൂടെ അല്ലാത്ത രഞ്ജിത്തിനെയും നീ കണ്ടോ? ഇനി നിന്റെ കൂടെയുള്ള രഞ്ജിത്തിനെ നിനക്ക് കാണണ്ടേ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ കാണിച്ചു കൊടുക്കുക. അതില് കൃഷ്ണയും കാവ്യയും രഞ്ജിത്തും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ആണുള്ളത്. നോക്ക് എന്ന് പറയുമ്പോ കാവ്യ അതിലേക്ക് തന്നെ നോക്കും. പിന്നെ പഴയ ചില കാര്യങ്ങൾ ആലോചിക്കുക. അതായത് രഞ്ജിത്തും കൃഷ്ണയും തമ്മിലുള്ള ചെറിയൊരു വാക്കേറ്റം. കൂടെ നിന്ന് ചതിക്കുന്നോടാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവര് വഴക്കിടുന്നത്. അപ്പോഴേക്കും കൃഷ്ണ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, വഴക്കിടണ്ട എന്ന് പറഞ്ഞ് കാവ്യ ഓടി വരിക. നീയാണോടാ എന്റെ ഫ്രണ്ട്? ചതിയനാ നീ, ചതിയൻ. കൂടെ നടന്ന് വഞ്ചിക്കുന്നവനാ നീ. രഞ്ജിത്ത് പറയും, ആദ്യം എന്നെ വിടടാ നീ. കാവ്യ പറയും, കൃഷ്ണ, ആദ്യം ഞാൻ പറയുന്നത് ദയവ് ചെയ്തൊന്ന് കേൾക്ക്, മാറി നിൽക്ക് കാവ്യ എന്ന് പറഞ്ഞ് കാവ്യയെ പിടിച്ച് തട്ടുന്നൊക്കെ ഉണ്ട് കൃഷ്ണ. ഈ സമയം രഞ്ജിത്ത് കൃഷ്ണയെ തട്ടി മാറ്റി അവിടുന്ന് പോവാ. കാവ്യയ്ക്കും, എന്താ കൃഷ്ണ, എന്താ ഇത്, എന്തു പറ്റി? അതൊക്കെ ആലോചിച്ചിങ്ങനെ നിൽക്കുമ്പോ നീലിമയ്ക്കും, നീ എന്താ വിളറി നിൽക്കുന്നേ? ഞാൻ പറയാം, കഴിഞ്ഞ കാലത്തെ ചില സംഭവങ്ങളെ മനസ്സിലേക്ക് ഓടി വന്നു അല്ലേ? അല്ല, എന്റെ കൈക്ക് എന്താ പറ്റിയതെന്ന് കാവ്യ ഇതുവരെ ചോദിച്ചില്ല. ജീവിതത്തിൽ തന്നെ അടിപറ്റിയവൾക്ക് കയ്യോ കാലോ ഒടിഞ്ഞാൽ എന്താ? എന്റെ ഭാഗ്യദോഷം. ജയിലിൽ നിന്ന് വരുന്ന വഴി ഒരു ആക്സിഡന്റ് ഉണ്ടായി. എന്നിട്ടും ഞാൻ മരിച്ചില്ല. അത് നിന്റെ ഭാഗ്യദോഷം. ഞാൻ ആ ആക്സിഡന്റിൽ തീർന്നെങ്കിൽ നിനക്ക് ഇങ്ങനൊരു സന്ദർഭം ഫേസ് ചെയ്യേണ്ടി വരില്ലായിരുന്നു. ഇതിനെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളും ഫേസ് ചെയ്യേണ്ടി വരണ്ടായിരുന്നു. അതാണ് നിന്റെ ഭാഗ്യദോഷം എന്ന് പറഞ്ഞത്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. കാവ്യ എന്റെ മോനെ കുറിച്ചൊന്നും ചോദിച്ചില്ല. അതെന്താ? നീ ഒരു അമ്മയല്ലേ? ഭാഗ്യദോഷിയായ ഒരമ്മയുടെ വയറ്റിൽ വന്ന് പിറന്നു എന്നല്ലാതെ അവൻ നിങ്ങളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഉണ്ടോ? ശംഭു എന്നാ എന്റെ മകന്റെ പേര്. അവനെ ഊട്ടാനും ഉറക്കാനും കൊഞ്ചിക്കാനും ഒന്നും അമ്മയായ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ജയിൽ പുള്ളിയായ അമ്മയുടെ മകൻ അനാഥാലയത്തിൽ വളർന്നു. അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരുപാട് അനാഥ കുട്ടികളുടെ കൂടെ
അവരിൽ ഒരാളായിട്ട് ശംഭു ഇതുവരെ വളർന്നു. സമൃദ്ധിയുടെ മടിത്തട്ടിൽ ജീവിക്കേണ്ടവന് കിട്ടിയത് ഓർഫൺ എന്ന ലേബൽ. ഒരാളും എന്റെ കുഞ്ഞിനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, എവിടെയെന്ന് ഒന്ന് അന്വേഷിച്ചിട്ടില്ല. നിഷേധിക്കപ്പെട്ട നിധി ഇനി അവന് കിട്ടണം. സന്തോഷമായിട്ട് എന്റെ മകൻ ജീവിക്കണം. ഇപ്പോഴത്തെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹവും ആവശ്യവും അതാണ്. അതിനുവേണ്ടി എന്റെ മോന്റെ ജീവിതം സന്തോഷാക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. ആരെയും കരുവാക്കും. ആരെയും കരുവാക്കുന്ന് പറഞ്ഞപ്പോ കാവ്യക്ക് എന്തെങ്കിലും സൂചന തോന്നിയോ? കാവ്യ എപ്പോഴും ഷോക്കിൽ ഇങ്ങനെ നിൽക്കാ. നീലിമ പറയും, ഇല്ലെങ്കിൽ വഴിയെ ഓരോന്ന് മനസ്സിലാക്കും. അല്ല, ശംഭുവിനെ കാണണ്ടേ നിനക്ക്? ഞാൻ വിളിക്കാം. ശംഭു, ശംഭു ഇങ്ങോട്ട് വാ എന്ന് പറയുമ്പോ ശംഭു അങ്ങോട്ട് വരികയാണ്. ശംഭുവിന്റെ ഹെയർ സ്റ്റൈലിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. മുടിയൊന്നുമില്ല, എന്നാൽ കുറച്ചു മുടി ഇങ്ങനെ ബാക്കിൽ പിന്നിട്ടിട്ടുണ്ട്. അങ്ങനെ ശംഭു വരുന്ന വഴിക്ക് ഒരു ഫ്ലവർ വൈസ് കാണുമ്പോ അത് എടുത്തോണ്ട് വരിക. കാവ്യെ നോക്കിയതിനു ശേഷം അതൊരൊറ്റ ഏറിയണേ തറയിലേക്ക്. എന്നിട്ട് കാവ്യയുടെ അടുത്ത് വന്നിട്ട് ഹായ് ആന്റി. അപ്പോ നീലിമ പറയും, ഇതാണ് എന്റെ മകൻ ശംഭു, നിന്നെ ഈ ആന്റിക്ക് ഒന്ന് കാണണമെന്ന് പറഞ്ഞു, അതുകൊണ്ടാ വിളിച്ചത്. ഇനി മോൻ പോയി കളിച്ചോ, എനിക്ക് ആന്റിയായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിൽ ശംഭു സി ആന്റി എന്ന് പറഞ്ഞിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് അവിടുന്ന് പോവാണ്. ആ പോക്കില് കാവ്യ പിടിച്ചൊന്ന് തട്ടുന്നുണ്ട്. നീലിമ പറയും, ഇനി എന്റെ മകന് ഒരു കുറവും വരാൻ പാടില്ല. എല്ലാ സന്തോഷത്തോടും കൂടി എല്ലാം അനുഭവിച്ച് അവൻ ജീവിക്കണം. അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങള് കാവ്യ ശ്രദ്ധിച്ചു കേൾക്കണം. ഇനി എന്റെ ശംഭു താമസിക്കാൻ പോകുന്നത് നിന്റെ വീട്ടിലാണ്. കാവ്യ അങ്ങ് ഞെട്ടും. നീലിമ പറയും, യെസ്, കാവ്യയുടെ വീട്ടിൽ. ദാ നോക്ക്, എനിക്കാണെങ്കിൽ ഈ കൈ അനക്കാൻ വയ്യ, നേരെ നടക്കാനും പ്രയാസമാണ്. ഞാൻ വേറെ എവിടെ പോവാനാ? കാവ്യ തന്നെ എന്നെയും നോക്കണം. അതുകൊണ്ട് ഞാനും നിന്റെ വീട്ടിൽ വന്ന് താമസിക്കും. ഞങ്ങളെ നോക്കാനുള്ള ബാധ്യത നിനക്കുണ്ടല്ലോ. നിന്റെ മോള് പഠിക്കുന്ന സ്കൂളിൽ തന്നെ എന്റെ മോനും പഠിക്കണം. നിന്റെ മോൾ അനുഭവിക്കുന്ന അതേ സുഖ സൗകര്യങ്ങൾ എന്റെ മോനും അനുഭവിക്കണം. കൂടെ ഞാനും ഉണ്ട്. കാവ്യക്ക് ഇതൊക്കെ കേട്ട് ആകെ ഷോക്കാവാണേ. എന്ത് ഭ്രാന്തൊക്കെയാ നീ ഈ പറയുന്നത്? ഞാൻ മാത്രം താമസിക്കുന്ന വീടല്ലത്. ആരുമില്ലാത്ത നിങ്ങളെ എനിക്ക് അവിടെ താമസിപ്പിക്കാൻ പറ്റില്ല. നിലമയ്ക്കും ആരുമില്ലാത്ത ഞങ്ങളോ? ആരുമില്ലാത്ത ഞങ്ങളാവാൻ കാരണം എന്താണെന്നും കൂടി നീ പറ. കാവ്യ കൈ കൂപ്പിയിട്ട് പറയും, എന്റെ അമ്മയും ആങ്ങളെ ആ വീട്ടിലുണ്ട്. നീലിമ പറയും, അത് സാരമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. കാവ്യ പറയും, അല്ല, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ അവര് തയ്യാറല്ലെങ്കിലോ? നീലിമ പറയും, തയ്യാറാവണം. നീ അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം. കാവ്യ കൈ കൂപ്പിയിട്ട് പറയും, നീലിമ അത് നടക്കില്ല, അത് നടക്കുന്ന കാര്യമല്ല. നീലിമ പറയും, ഒറ്റവാക്കിലും നടക്കില്ലെന്നൊക്കെ പറഞ്ഞു പഠിക്കാതെ. നടക്കും. രഞ്ജിത്തിന്റെ കഥ അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റുമോ? ഞാനൊരു പരാതി എഴുതി പോലീസിന് കൊടുത്താലേ എന്താ സംഭവിക്കാന്ന് ഒന്ന് ഓർത്തു നോക്ക്. ഒരു റീപോസ്റ്റ്മോർട്ടത്തിനുള്ള തെളിവുകൾ രഞ്ജിത്തിന്റെ ബോഡി വെച്ചിരിക്കുന്നിടത്ത് ഉണ്ടെന്നുള്ള കാര്യം മറക്കണ്ട. നമ്മുടെ പോലീസിന് തെളിവിന്റെ ഒരു തുമ്പ് കിട്ടിയാൽ മതി. അവര് എ മുതൽ സെറ്റ് വരെ എല്ലാം കണ്ടുപിടിച്ച് വെളിച്ചത്ത് കൊണ്ടുവരും. പിന്നെ ഇതുപോലെ കാറോടിച്ച് പുറത്തിറങ്ങാൻ പറ്റുമോ കാവ്യക്ക്? തല ഉയർത്തി നടക്കാൻ പറ്റുമോ? മീഡിയയുടെ മുന്നിലെ മുന വെച്ച ചോദ്യങ്ങളെ നേരിടാൻ പറ്റുന്ന തൊലിക്കെട്ടിയുണ്ടോ നിനക്ക്? നിനക്ക് നിന്റെ മോളെ പിരിയേണ്ടി വരില്ലേ? അവളെ കാണാൻ പറ്റുമോ നിനക്ക്? കാവ്യ അങ്ങ് ഞെട്ടുമ്പോ നീലിമ പറയും, ഞാനീ പറയുന്നതൊന്നും വെറും വാക്കല്ല, പെട്ടെന്ന് തോന്നിയിട്ട് പറയുന്നതുമല്ല, പലവട്ടം ആലോചിച്ച് ഉറപ്പിച്ച കാര്യ. വെള്ള പേപ്പറിലെ ഞാൻ വെറുതെ ഒന്ന് എഴുതി കൊടുത്താൽ നീ ഇരിക്കുന്നിടത്ത് വരും പോലീസ്. കാവ്യ ആകെ പേടിക്കുന്നുണ്ട്. നീലിമ പറയും, അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ മതി. കാവ്യ പറയും, വേണ്ട നീലിമ പ്ലീസ്. നീലിമ പറയും, എങ്കിൽ നിനക്ക് ഓരോ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. എന്നെയും ശംഭുവിനെയും ഏറ്റെടുക്കുക, വീട്ടിലേക്ക് കൊണ്ടുപോവാ. വെറുതെ ഒരാളായിട്ടല്ല, നിന്റെ അതിഥികളായിട്ട്. ആ വീട്ടിൽ ഞാനും എന്റെ മോനും വിരുന്നുകാരായിരിക്കണം. എന്തു പറയുന്നു നീ? കാവ്യ പറയും, എനിക്കൊന്ന് ആലോചിക്കണം. ആലോചിക്കാനൊന്നുമില്ല, ഞങ്ങൾ ഇപ്പോഴേ വരാൻ റെഡി ആയിരിക്കുക. കാവ്യ പറയും, ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. അങ്ങനെ കാവ്യ പുറത്തേക്ക് വരണേ. പുറത്തു വന്നിട്ട് കാവ്യ വിചാരിക്കും, ഈശ്വര, ഞാൻ ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ, എന്തൊരു പരീക്ഷണ ഇത് എന്ന് പറഞ്ഞിട്ട് ആകെ ടെൻഷനില് പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് കൃഷ്ണയെ വിളിക്കുക. കൃഷ്ണ വീട്ടിലപ്പോ എന്തോ ലാപ്ടോപ്പിൽ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കാവ്യയുടെ കോള് വരുന്നത്. കാവ്യാണല്ലോ എന്ന് പറഞ്ഞ അകത്തേക്കാ നോക്കുന്നത്. കാവ്യ പോയ വിവരം അറിഞ്ഞിട്ടില്ല കൃഷ്ണ. കൃഷ്ണ എന്ന് വിളിക്കുമ്പോ കൃഷ്ണയ്ക്കും, കാവ്യ ഇതെവിടെന്ന് വിളിക്കുന്നത്? കിച്ചണെന്നോ? ഞാൻ വീട്ടിലില്ല കൃഷ്ണ. ഇല്ലെന്നോ? എവിടെ പോയി? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. കാവ്യ അറിയും, അത്യാവശ്യമായിട്ട് ഒരിടം വരെ വരേണ്ടി വന്നു. ഞാനൊരു പ്രശ്നത്തിൽ പെട്ടിരിക്കുക കൃഷ്ണ. കൃഷ്ണയൊന്നും പേടിക്കുന്നുണ്ട്, വല്ല ആക്സിഡന്റിലും മറ്റോ ആണോ? കാവ്യ അറിയും, ആക്സിഡന്റ് ആയിരുന്നെങ്കിൽ സാരമില്ലായിരുന്നു. പഠിപ്പിക്കാതെ കാവ്യ എവിടെയാണെന്ന് പറ. ഞാൻ നീലിമയെ കണ്ടു കൃഷ്ണ. ഇത് കേൾക്കുന്ന കൃഷ്ണ ഞെട്ടിലോട് കൂടി അവിടെ നിന്ന് എഴുന്നേൽക്ക. നീലിമയെ കണ്ടു എന്ന് പറയുമ്പോ കൃഷ്ണയുടെ ഉള്ളിലും പഴയ കാര്യങ്ങൾ ഇങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് രൂപത്തിൽ വരികയാണ്. കയ്യിലുള്ള ഫോണ് നിലത്ത് വീണു പോവാ നീലിമയുടെ പേര് കേൾക്കുമ്പോ തന്നെ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ എപ്പിസോഡിലുള്ളത്. അപ്പം നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്